Hi friends, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലാസ്റ്റ് വീക്ക് നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു വുഡ്ബൈനിലേക്ക്. അപ്പം അതിൻ്റെ ഷോർട്ട് വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലോങ് വീഡിയോ ആണ്. അപ്പം നമ്മൾ നമ്മുടെ ക്ലോസ് ഫ്രണ്ടാണ് അവർ മിസ്സാക്കിയെന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അപ്പോൾ നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. പോകുന്ന വഴിയിലായിരുന്നു നമ്മൾ ടാറ്റു ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു ബേക്കറി ഓപ്പൺ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് മക്കളൊക്കെ അവിടെ നിന്ന് ടാറ്റു ഒക്കെ ചെയ്തു. അങ്ങനെ വാക്കിങ്ങിലാണ് പോയത്. ഒരു 3.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടുന്ന് പോകാനായിട്ട്. അപ്പോൾ ശരിക്കും എപ്പോഴും നമ്മൾ ബസ് പിടിച്ചിട്ടോ അങ്ങനെയാണ് പോകാറ്. പക്ഷേ ഈ സമയം സമ്മറായില്ലേ, അപ്പോൾ അടിച്ച് വിളിച്ച് നടന്നു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വഴിയോര കാഴ്ചകളും എന്താ പറയുക, എല്ലാ വീടുകളിലും ഫ്ലവേഴ്സും സമ്മറിൻ്റെ ആ ഒരു വൈബൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 11:30 സ്റ്റാർട്ട് ചെയ്ത് അവിടെ എത്തുമ്പോഴേക്ക് തന്നെ ഏകദേശം ഒരു 2:38 ഉണ്ടാവും. എന്താ വെച്ചാൽ ഞങ്ങൾ വളരെ സ്ലോ ആയിട്ട് അവിടെയെല്ലാം ഇരുന്ന് അങ്ങനെയാണ് പോയത്. പിന്നെ ഇടയിൽ ഈ എന്താ പറയുക, ഇവരെ ടാറ്റു ഒക്കെ ആയപ്പോൾ അതിനൊരു 3/4 മണിക്കൂർ അവിടെ പോയി അങ്ങനെ പോകുന്നു. പിന്നെ എല്ലാം അവിടെ ഇപ്പോൾ ട്യൂലിപ്പ് ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ പോകുന്ന വഴി അങ്ങനെ ഒരു ടീം ഹോട്ടലിൽ പോയി ടീമൊക്കെ വാങ്ങിച്ചു കുടിച്ചു അങ്ങനെ പോയി. അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു പിക്നിക്ക് പോലെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു പോകുന്നത്. വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോയി അവിടെ നിന്ന് കഴിച്ചു. അതിൻ്റെ അടുത്തൊന്നും നിയറസ്റ്റ് ഒന്നും റെസ്റ്റോറൻറ്റൊന്നും നല്ല ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് വാങ്ങണമെങ്കിൽ അവിടെ പോയി ഒരുപാട് നേരം ഡിലേ ആവും സമയം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് മക്കൾക്ക് എൻജോയ് ചെയ്ത പോലെയാകും. എല്ലാവരും കുട്ടികളെല്ലാം എന്താ പറയുക, അവരെന്നെ ഫുഡ് കഴിക്കും, നമുക്കും കുറച്ച് ഫ്രീ ആകും, അവർ വരെ എൻജോയ് ചെയ്ത പോലെ ഉണ്ടാകും. അങ്ങനെ നമ്മൾ ചിക്കൻ ഗ്രേവിയും ബിരിയാണിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുപോയി വീട്ടിൽ നിന്ന്. എല്ലാവരും അവിടെ ഇരുന്ന് കഴിച്ചു, അടിപൊളിയായിരുന്നു. പക്ഷേ ഇങ്ങനെ ചെറിയൊരു കൂളിംഗ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് മക്കളൊക്കെ ജാക്കറ്റൊക്കെ വീണ്ടും ഇട്ടിരിക്കുന്നത്. ആ ഒരു മരത്തിൻ്റെ തണലിലിരിക്കുന്ന സമയത്ത് ഒരു വെയിലില്ലല്ലോ, അപ്പം ആ ഒരു സൈഡിൽ നന്നായിട്ടൊരു തണുപ്പുണ്ടായിരുന്നു. പക്ഷേ അതൊരു സുഖമുള്ള ക്ലൈമറ്റാണ്. അതായത് സമ്മർ ആണ്, എന്നാലും ഒരു തണുത്ത കാറ്റുണ്ടാകും. അപ്പം അങ്ങനെ ഇരുന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്ക് തന്നെ ഒരു 3 o'clock ആയിട്ടുണ്ടാവും. അതിനുശേഷം എന്ത് ചെയ്തു, ഞങ്ങൾ അവരെ എല്ലാ കലാപരിപാടികളും ആരംഭിച്ചു. കലാപരിപാടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് ഞങ്ങളിരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ക്രോസ് കഴിഞ്ഞാലാണ് ബീച്ച്. അപ്പോൾ ഇപ്പോഴേ കാണണ്ടേ, സൈക്ലിംഗ് ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട കേട്ടോ. ഇവരെ വക ഒരുമാതിരി പ്രകടനങ്ങളാണ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാവും. ഇവരാ മറ്റേ എന്താ പറയുക, ഈ കാണിക്കുന്ന അഭ്യാസങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ. പിന്നെ പോലീസ് പെട്രോളിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. തൂക്കിപ്പിടിച്ച് കൊണ്ടുപോയി ഫ്രീ ആയിട്ട് ജയിലിൽ നമുക്ക് നിൽക്കാവുന്നതാണ് കുറച്ച് ദിവസങ്ങളിൽ. അതുകൊണ്ട് സെക്യൂരിറ്റി എന്നെല്ലാം പറയുന്നത് നല്ല അടിപൊളിയാണ്. നമുക്ക് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. എല്ലാവരും ഇപ്പം ഡ്രിങ്ക്സ് ആളുകളെല്ലാം ഉണ്ടാവും, ഡ്രിങ്ക് ചെയ്തിട്ടുള്ള ആളുകൾ തന്നെ ഉണ്ടാകുക ബീച്ചല്ലേ സാധാരണ. അപ്പോൾ എൻജോയ് ചെയ്യേണ്ട, അവർക്ക് എൻജോയ്മെൻറ്റായിട്ട് വരുന്ന സ്ഥലം. പക്ഷേ യാതൊരു കാരണവശാലും നമുക്ക് ലേഡീസിനോ അല്ലെങ്കിൽ കുട്ടികൾക്കോ അങ്ങനെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇൻഫോം ചെയ്യണം. ഒരേ ഒരു കോളിൻ്റെ ആവശ്യമുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായി എൻജോയ് ചെയ്യാം, ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തായിരുന്നു, അങ്ങനെ ഞങ്ങൾ അന്നത്തെ ബീച്ച് എന്ന് പറഞ്ഞാൽ സൺഡേ ആയിരുന്നു. അപ്പോൾ നല്ല ആളുകളായിരുന്നു കേട്ടോ ബീച്ചിൽ. എല്ലാവരും ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ഏകദേശം ഫുഡൊക്കെ കൊണ്ടുവന്ന് പിക്നിക് പരിപാടികളാണ്. ഇവരെ ഓൾറെഡി ഈ പരിപാടികൾ എപ്പോഴും ഉണ്ടാവുക. നമ്മളാണ് ഇവരെ കോപ്പി ചെയ്തിട്ട് പിക്നിക് പരിപാടികളൊക്കെ തുടങ്ങുന്നത്. അപ്പം അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ബീച്ചിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ 6:30 ആയി. 6:30 വീട്ടിൽ ഞങ്ങളങ്ങനെ വാക്ക് ചെയ്ത് വീണ്ടും ഞങ്ങളുടെ സ്ഥലത്ത് എത്തുമ്പോഴേക്കും 9 o'clock ആയി. പിന്നെ ഫുഡൊന്നും കഴിക്കാൻ വീട്ടിൽ വന്ന് ഉണ്ടാക്കേണ്ട മാനസികാവസ്ഥയൊന്നും ഇല്ലല്ലോ. അപ്പം നേരെ പോയി നമ്മുടെ സ്വന്തം KFCയിലേക്ക് അവിടെ പോയി അവിടുന്ന് ബർഗറും നഗറ്റ്സും അങ്ങനെ ഇങ്ങനെയാണെന്നുള്ള പറഞ്ഞ സാധനങ്ങളൊക്കെ കഴിച്ച് തൽക്കാലം അന്നത്തേക്കുള്ള രാത്രിയത്തേക്കുള്ള ഡിന്നർ അതിൽ ഒതുക്കി. പിന്നീട് വീട്ടിൽ അവിടെ നിന്ന് ഒരു 10 minutes ഉള്ളൂ വീട്ടിലേക്ക് വന്നു. അത്ര തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഒരു അടിപൊളി ഡേ ആയിരുന്നു. നന്നായി എൻജോയ് ചെയ്തു. ബൈ.